കൊണ്ടുവന്നതെന്നൊന്ന് പറയോ? സ്ക്രിപ്റ്റിന്റെ ഐഡിയ ഉണ്ടായിരുന്നു. വളരെ നമ്മൾ സമീപിച്ചു. സഞ്ജുവിന്റെ ഒരു ദിവസം പിന്നെ അനന്തമാണ് ആക്ച്വലി പേര് പറയുന്നത്. കുറേ ഓപ്ഷൻസ് ഇങ്ങനെ അടിപൊളി വന്ന് അടിപൊളിയായിട്ട് കാറിലുള്ള സീക്വൻസ് അല്ല ഇവരെല്ലാവരും കൂടി ആ സീനിലൊക്കെ പിടിപ്പിച്ച് ക്യാമിയോ കയ്യിൽ ഡയലോഗ് ഇട്ട് എല്ലാവരും കൂടി പിടിപ്പിച്ച് അടിപൊളിയാക്കി. ഞങ്ങൾ എപ്പോഴും തിയേറ്ററിൽ തന്നെ പറയുന്നത് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണേ, പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ ഷാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു ഈ ലിറിക്കൽ വീഡിയോയിൽ ഒരു കാര്യം കൺഫ്യൂഷൻ തോന്നാൻ സാധ്യത. അത് ഇത് സംസ്കൃതത്തിലാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എന്താ രാമ നീ എന്നെ സങ്കടപ്പെടുത്തിയതെന്നാണ് തീം. അപ്പൊ ഇത് കമ്പോസ് ചെയ്തത് രുദ്രവീണയിലാണ്. രാമൻ ഇൻസ്ട്രുമെന്റിൽ അത് കമ്പോസ് ചെയ്തിരുന്നു. വിഷ്ണു അത് ഏതെങ്കിലും വേദിയിൽ വരുമ്പോൾ അതൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫോർമൽ പ്രസ് മീറ്റ് അല്ല. ഈ ഒരു സക്സസ് നിങ്ങളുടെ കൂടെ പങ്കുവെക്കണം എന്നതുകൊണ്ടാണ് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു സക്സസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാനുള്ള ടൈമാണ്. അത് ഞാൻ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, അതിനേക്കാൾ നന്നായിട്ട് ഇതിലൂടെ പാടിയിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ സ്റ്റേജിൽ പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യാറില്ല. അല്ല, ഞാൻ ചെയ്യാറില്ല. ഞാനത് സ്വയം തോന്നി ചെയ്യാതിരിക്കുന്നതാണ്. അപ്പൊ വേറെ ആരും നിർബന്ധിച്ചാലും ചെയ്യണമെന്നില്ല. ഇപ്പൊ പടം ഭയങ്കര ഹിറ്റായി. അപ്പൊ പ്രൊഡ്യൂസറുടെ ഷെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുത്തി പിടിച്ച് മേടിക്കുന്നതായിരിക്കും. ഇല്ല, പറ്റിക്കില്ല. പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നീ കാണുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ടെൻഷനില്ല. അമ്മപ്പുതപ്പ് ഷാനിക്ക പാടുന്നു. കഥ എഴുതിയപ്പോൾ എത്ര മനസ്സിലുണ്ടായിരുന്നതിനേക്കാൾ എത്രത്തോളമാണ് സ്ക്രീനിൽ വന്നപ്പോൾ മാറിയത്? പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ല. അല്ല, ഉറപ്പായിട്ടും നമ്മൾ ഇതിന്റെ ഐഡിയ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഐഡിയയുടെ സമയം തൊട്ടിട്ട് ആക്ച്വലി എല്ലാവരും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു നമ്മൾ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണെങ്കിലും ആൻഡ് എക്സിക്യൂഷനിലൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് അത് വരുന്നതുകൊണ്ട് അത് ആക്ച്വലി അത് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു ഇൻപുട്ട് എടുക്കും. പറഞ്ഞ ചെറിയ ഡയലോഗ് ഇംപ്രവൈസേഷൻ ആണെങ്കിൽ മ്യൂസിയം ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ എല്ലാവരും ഈ പറഞ്ഞു കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ചെയ്തതായതുകൊണ്ടപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സിനിമ ഷൂട്ട് ചെയ്തതും അല്ലെങ്കിൽ അതിന്റെ ഇറക്കുന്ന സമയത്ത് കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പണി ചെയ്താൽ അതല്ലാതെ വേറെ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് അല്ലാതെ ഒരു പ്രശ്നങ്ങളോ ഒരു തടസ്സങ്ങളോ ഇല്ലാതെ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ആ സന്തോഷം തിയേറ്ററിലെ ആൾക്കാർക്ക് കിട്ടി. അത് അങ്ങനെ റെസ്പോൺസ് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്നായി തന്നെ ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഫൈറ്റ് എന്ന് പറയാൻ മാത്രം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എനിക്കതല്ലാതെ കുറയല്ലോ അല്ലേ. മറ്റേ അവൻ എന്നെ എന്താ പറയാ റീഡിയുമായി രക്ഷപ്പെട്ടു പോയി. പിന്നീട് എന്നെ വട്ടോട്ട് പിടിക്കുന്നതാണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പരിചയമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും കൊള്ളാതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദയാണ്. ആ മര്യാദ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചില ഷോട്ടുകളുടെ ആംഗിളും അതിന്റെ ലെൻസിംഗും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇരിച്ചാലേ ഇരിക്കുന്ന പോലെ തോന്നുള്ളൂ. അതാണെങ്കിൽ പോലും നമ്മളൊരു 100% തോന്നിപ്പിക്കാനായിട്ട് ചിലപ്പോൾ 25% ഇടിയൊക്കെ ഇടിക്കേണ്ടി വരും. അതാണെങ്കിലും നേരത്തെ പറഞ്ഞിട്ട് സർപ്രൈസ് ഒന്നുമില്ല, പറഞ്ഞിട്ട് ഇടിക്കുന്നത് പോലും. ഇതിനകത്ത് അങ്ങനെ പരിധികളൊന്നും പറ്റുന്ന പോലത്തെ അങ്ങനത്തെ റിസ്കി ഫൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി എല്ലാ സിനിമകളിലും ക്യാമിയോ റോൾസ് അല്ലെങ്കിൽ സർപ്രൈസ് എലമെന്റ്സ് ഉള്ള ഇതുണ്ടാവും. ഈ സിനിമയിൽ ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു ഹാഷൻ എന്നുള്ളത്. അപ്പം ചിലപ്പം നമുക്ക് ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു പൾസറേറ്റ് ചെയ്യാൻ ഒരു സാധനമാണ്. പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് നോർമലി ഒരു ആക്ടറെ കാണുമ്പോൾ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുക,
അത് ഇന്ന ആക്ടർ ഉണ്ട്, അത് സോഷ്യൽ മീഡിയ കൂടെ അറിയിക്കുക. ചിലപ്പോൾ ഈ സിനിമ ഇറങ്ങി 2ാമത്തെ ദിവസം ഉണ്ടായ ഇഷ്യൂ ആയിരുന്നു, ഈ സിനിമയിൽ ഒരു ക്യാമിയോ ഉണ്ട്, ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ചിലപ്പം അത് കാണാനുണ്ടാകുന്ന ഓഡിയൻസിന് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് തന്നെ ചിലപ്പം അടുത്ത സീൻ ഇതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് കുറവുണ്ടല്ലോ. അപ്പോൾ അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടത്. ബേസിലായിട്ട് നമ്മുടെ കഥ മുഴുവൻ കിട്ടുവിടറ എന്ന് വെക്കുന്ന ഒരു ഇതുണ്ട്. ശരിക്കും പറയാം അത് വല്ലാത്തൊരു അതായത് ആൾക്കാരുടെ ആവേശത്തിന്റെ പുറത്തൊക്കെ അത് ചെയ്യുന്നതായിരിക്കും. മനഃപൂർവ്വം മനസ്സിലാക്കി ദോഷം ഉണ്ടാവട്ടെ എന്ന് ചെയ്യുന്നതാവണമെന്നില്ല. പക്ഷെ ഇത് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കഷൻസ് വരുന്ന സമയത്ത് ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആവുകയായിരിക്കും. അവര് അത് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവരുടെ പലരുടെയും ആസ്വാദനത്തിന് അവര് എന്താ പറയുക ഹനിക്കുകയാണ് എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇപ്പൊ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. അപ്പൊ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കും ആ സിനിമ കാണാനായിട്ട് ഇരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ. 2 ദിവസങ്ങൾ കാണാനിരിക്കുന്നവർക്കും ഇവർക്ക് കിട്ടിയ അതായത് ആ നമ്മൾ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഇൻട്രസ്റ്റിങ്ങും അതേ ആ ഒരു ഫീല് തന്നെ മറ്റുള്ളവർക്കും കൂടെ കിട്ടുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ കാണാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ച് കഴിവതും ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മാന്യതയായിരിക്കും. സിനിമയുടെ എന്ത് ഈ പറഞ്ഞ ചെയ്യുമായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ക്യാരക്ടറിന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ആദ്യം ഇത് പറയുന്നത് ബേസിലാണ്. ബേസിൽ പറഞ്ഞത് കൊണ്ടാണോ എനിക്ക് ബേസിൽ പറഞ്ഞത് മാത്രമാണോ എന്നില്ല. പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കാനുള്ള ഒരു സാധ്യത അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഞാനിത് കമ്മിറ്റ് ചെയ്തത്. പിന്നെ ബേസിൽ ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. രണ്ടുപേർക്കും ദോഷം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. ബേസിലോട് എനിക്ക് അതേപോലെ വിശ്വാസം പോലെ തന്നെ ഇവരോടും ഉണ്ട്. ഈ വർഷങ്ങളായിട്ട് അറിയുന്നതാണ്, വരുണ്ടി അറിയുന്നതാണ്. പോൾസിനെ ആണെങ്കിൽ ഞാൻ ബേസിൽ വഴി തന്നെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ഫുൾ കഥ റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബേസിൽ പറഞ്ഞ അതേ എക്സൈറ്റ്മെന്റ് തന്നെ ഇവർ പറഞ്ഞിട്ട് തോന്നി. ബേസിൽ എൻ്റെ അടുത്ത് ആദ്യം ഒരു 3 വരിയിൽ എൻ്റെ അടുത്ത് ഇതിന്റെ ഒരു ഐഡിയ പറഞ്ഞിട്ട് പിന്നെ ഇവർ വന്ന് ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞപ്പോഴും എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ചെയ്തത്. Okay, thank you so much.